അങ്ങനെ 12ാമത്തെ ദിവസം മിഷൻ അർജുൻ പുരോഗമിക്കുന്നു. സംഘത്തിന് ഒപ്പം ചേർന്നിട്ടുള്ള പുതിയ തിരച്ചിൽ സംഘം ഈശ്വർ മാഫിയുടെ ചേർത്തുള്ള സംഘമാണിപ്പോൾ നമ്മൾ ആ തിരച്ചിൽ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ കാണുന്നത്. എപ്പോഴും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ ദൗത്യത്തിനപ്പുറത്തേക്ക് പുതിയ രീതിയിൽ കാഴ്ചകൾ നമുക്ക് അതിവേഗം കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ദൗത്യം അതിപ്പോൾ കരയിൽ നിന്ന് 132 മീറ്റർ ദൂരെയാണ്. ആ 4ാമത്തെ സ്പോട്ട് ചെയ്യപ്പെട്ട മേഖലയിലാണ് ഇപ്പോൾ ഈശ്വർ മാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. നേരത്തെ തിരച്ചിലിന് ഇറങ്ങിയപ്പോൾ 3 തവണ നദിയിലേക്ക് ഈ സംഘത്തലവൻ ഡൈവ് ചെയ്തു. പക്ഷേ ഒരു തവണ ഈ റോപ്പ് പൊട്ടി അഴിഞ്ഞു പോയി എന്നുള്ളതാണ് വലിയൊരു ദുർഘട നിമിഷം ഉണ്ടായത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നാവികസേനയുടെയും NDRFിൻ്റെയും സംഘങ്ങൾ വീണ്ടും കരയിലേക്ക് എത്തിച്ചു. അങ്ങനെ 3 തവണയാണ് ഇപ്പോൾ മാൽപ്പേ സംഘം അങ്ങനെ ദൗത്യം നടത്തിയിരിക്കുന്നത്. മൺകൂനയിൽ നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ്റെ അർജുൻ്റെ ഈ ട്രക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന തരത്തിലാണ് നേരത്തെ സ്പോട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ആ ട്രക്കിൻ്റെ പ്രൊഫൈൽ ഉണ്ട് എന്ന് കരുതുന്ന ആ മൺകൂനയ്ക്ക് സമീപമാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, നേരത്തെ നമ്മൾ കണ്ടു, കേട്ടറിഞ്ഞു, 3 തവണ ദൗത്യം പാളി, ഡൈവ് ചെയ്തു അംഗങ്ങൾ. ഇപ്പോൾ പുതിയ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഗംഗാവലി പുഴയുടെ ഈ ഗതിശക്തിക്ക് കുറുകെ? പ്രതീക്ഷ വീണ്ടും ഡൈവ് ചെയ്യുന്നതിനുള്ള സാധ്യത തേടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും പുതിയ അപ്ഡേറ്റും അതുതന്നെയാണ്. നേരത്തെ 3 തവണ നമ്മൾ പറഞ്ഞതുപോലെ 3 തവണ ഡൈവ് ചെയ്തു. ആദ്യ 2 തവണയും ശക്തമായ ഒഴുക്ക് തുടരുന്നതിനാൽ പുഴയുടെ അടിയിലേക്ക് കാര്യമായി തന്നെ പോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. 3ാമത് തവണ വടം പൊട്ടി പോവുകയും അപകടമില്ലാതെ ഈശ്വർ മാൽപ്പയെ കരക്ക് കയറ്റാൻ കഴിയുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും വീണ്ടും ഡൈവ് ചെയ്യുന്നതിനുള്ള സാധ്യത തേടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം കൂടുതൽ ബോട്ടുകൾ, വള്ളങ്ങൾ അവിടേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൺതിട്ടയ്ക്ക് മുകളിൽ NDRFിൻ്റെയും നാവികസേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട്. ഇപ്പോൾ ഇതാ NDRFിന്റെ 1, 2, 3, 4, 5 ബോട്ടുകളുണ്ട് പുഴയിൽ. അതുപോലെ യന്ത്രം ഘടിപ്പിച്ച ഈശ്വർ മാൽപ്പയുടെ സംഘം കൊണ്ടുവന്ന യന്ത്രം ഘടിപ്പിച്ച 3 വള്ളങ്ങൾ പുഴയിലുണ്ട് എന്ന് തന്നെയാണ്. ആ മൺതിട്ട കേന്ദ്രീകരിച്ച് അതിന് തൊട്ടടുത്തായി തന്നെ നിൽക്കുന്നു എന്നതുകൊണ്ടാണ് വീണ്ടും ഡൈവ് ചെയ്യാനുള്ള ഒരു സാധ്യത അവർ തേടുന്നുവെന്ന് ഞാൻ പറയാൻ കാരണം. നേരത്തെ വിജിൻ MLA പറഞ്ഞിരുന്നു, ആ 3 ശ്രമങ്ങളും പരാജയപ്പെട്ടതിന് ശേഷം അവർ ഇപ്പോൾ താൽക്കാലികമായി അത് നിർത്തിവെച്ച് കരയ്ക്ക് പോയി എന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെ വരികയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഡൈവ് ചെയ്യാനുള്ള ഒരു സാധ്യത പരിശോധിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ പുഴയുടെ കുത്തൊഴുക്ക് തന്നെ വലിയ തടസ്സമായി നിൽക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ഈ മൺതിട്ടയ്ക്ക് മുകളിൽ നിന്ന് ചെറിയ അളവിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമോ എന്നുള്ള പരിശോധന കൂടി ഇതിനൊപ്പം തന്നെ നടന്നു വരുന്നുണ്ട്. വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ്. ശക്തമായ ഒഴുക്കാണ് മേഖലയിൽ. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എങ്കിലും കാറ് മൂടി നിൽക്കുന്ന സാഹചര്യമാണ്. മുകളിൽ എവിടെയൊക്കെയായി മഴ പെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വെള്ളം ഗംഗാവലിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒഴുക്ക് കുറയുന്നതേയില്ല എന്നത്. 6 നോട്ടിന് മുകളിൽ തന്നെയായി ശക്തമായ ഒഴുക്ക് നിലനിൽക്കുകയാണ്. പുഴയുടെ മുകളിൽ കാണുന്നത് പോലെയല്ല ആഴങ്ങളിലേക്ക് പോകുമ്പോഴുള്ള സ്ഥിതി എന്നതുകൂടിയാണ് നാവികസേന ഉദ്യോഗസ്ഥർ കൃത്യമായി പറയുന്നത്. മുകളിൽ കാണുന്നതിലും അധികം ഒഴുക്ക്, പുഴയ്ക്ക് അടിയൊഴുക്ക്, കുത്തൊഴുക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. അതായത് ആ മൺതിട്ടയിലേക്ക് കൂടുതൽ ബോട്ടുകൾ, യന്ത്രം ഘടിപ്പിച്ച വള്ളങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതുകൊണ്ടാണ് വീണ്ടും ഡൈവ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം മറുകരയിൽ, അതായത് ഈ അപകടം നടന്ന ആ കരയിൽ നാവികസേനയുടെയും NDRFിൻ്റെയും ഒക്കെ വള്ളങ്ങൾ സാധാരണയായി നിർത്തിയിടുന്ന ആ സ്ഥലത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ NDRFിനും നാവികസേനയ്ക്കും പുറമെ കരസേനയുടെ ഉദ്യോഗസ്ഥരും സംഘങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഗംഗാവലി അനുകൂലമായി വരുന്നില്ല. കൃത്യമായി ഡൈവ് ചെയ്ത് ആഴങ്ങളിലേക്ക് എത്താൻ എന്നത് തന്നെയാണ് സ്ഥിതി. കരയിൽ നിന്ന് 132 മീറ്റർ മാറിയാണ് പുതിയ നാലാമതായ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തത്. അവിടെ തന്നെ ഒഴുക്കുള്ള സമയത്ത് പോലും അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇതേ നദികളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ള മുൻപ് ഒക്കെ ഈ പുഴയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒരു ഉത്തരം ഏകദേശം ഒരു ഉത്തരത്തോട് അടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുമാനത്തിലേക്ക് എത്തുന്ന തരത്തിൽ സമയം വൈകിയാലും ദൗത്യം തുടർന്നേക്കും എന്നൊക്കെയാണോ നമ്മൾ കണക്ക് കൂട്ടുന്നത്? പ്രജീഷ്, അതായത് പരമാവധി വേഗത്തിൽ, കഴിവതും വേഗത്തിൽ റിസൾട്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ദൗത്യസംഘം ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ പ്രകൃതി കനിയാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കൂടുതൽ സാധ്യതകൾ, കൂടുതൽ ആളുകളെ, ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം അറിയുന്ന, പുഴയിലും കടലിലും മുങ്ങി പരിചയമുള്ള ആളുകളെ കൂടി കൊണ്ടുവന്ന് ഈ ദൗത്യത്തിൻ്റെ ഭാഗമാക്കുന്നത്. ഈ ഈശ്വർ മാൽപ്പയുടെ സംഘം മാത്രമല്ല, പ്രദേശത്ത് ഈ ഗംഗാവലി, ഷിരൂരിൽ നിന്ന് ഗംഗാവലി ഏകദേശം ഒരു 10 മീറ്ററോളം ഒഴുകിക്കഴിഞ്ഞാൽ അറബിക്കടലാണ്. അറബിക്കടലുമായി സംഗമിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ മത്സ്യബന്ധനം നടത്തുന്ന പ്രദേശവാസികളായ, പുഴയെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ആലോചനയുണ്ട്. പക്ഷേ ഈ നാവികസേന അവരുടെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി, അതായത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച സേന എന്നത് ഈ പുഴയിൽ ഒക്കെ, കടലിലൊക്കെ പരിശോധന നടത്താനുള്ളത് നാവികസേനയാണ്. അവരുടെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടി പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഈ ഒഴുക്ക് അത്രയധികമാണ് എന്ന് പറയുമ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുഴയിൽ നിന്ന് ഈ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് പറയുന്നത്. അതൊരു ട്രക്കിനടുത്തേക്ക് എത്തും, അർജുനെ കണ്ടെത്താൻ, വീണ്ടെടുക്കാനുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പറയുന്നത്. മുൻപ് 1000-ഓളം രക്ഷാദൗത്യങ്ങളിൽ ഭാഗമായി എന്ന് അവർ ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നുണ്ട്. അതായത് ശക്തമായി ഒഴുകുന്ന കുത്തൊഴുക്കിനെ നേരിട്ടുള്ള രക്ഷാപ്രവർത്തനം പുഴയിലും കടലിലും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം, അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ, കഴിവതും വേഗത്തിൽ ഈ ദൗത്യഘട്ടം നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്ന വിധത്തിൽ വിവരങ്ങളുമായി പുഴയിൽ നിന്ന് പൊങ്ങി വരാൻ കഴിയുമെന്ന് ഈശ്വർ മാൽപ്പയുടെ സംഘം പറയുന്നത്. പക്ഷേ നമ്മൾ കണ്ടു, 3 തവണ അദ്ദേഹം പുഴയിലേക്ക്, ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമോ എന്ന് പരിശോധിച്ചു, ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ചു. പക്ഷേ അത് സാധ്യമായില്ല എന്നത് തന്നെയാണ്. ഈ ഒഴുക്ക് കാരണം, അതായത് ഈ ആങ്കർ ഇട്ട് ദേഹത്ത് വടം ഘടിപ്പിച്ചതിന് ശേഷമാണ് ഡൈവ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ആഴത്തിലേക്ക് പോകുമ്പോൾ തന്നെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് തെന്നി മാറിപ്പോകുന്നു എന്നാണ് സംഘാംഗങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ ആ ഒരു ഡൈവിനുള്ള ശ്രമം വടം പൊട്ടിയതിനെ തുടർന്ന് പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞതും കൂടിയാണ്. അപ്പോൾ ഏതായാലും വീണ്ടും ഡൈവ് ചെയ്യാനുള്ളൊരു സാധ്യത അവർ നോക്കുന്നു. മഴ മാറി നിൽക്കുന്നു, ഇതുതന്നെയാണ് അതിനുള്ള സമയം എന്നാണ് അവർ പറയുന്നത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുഴ കലങ്ങി ഒഴുകുകയാണ്, വിസിബിലിറ്റി തീരെയില്ല. താഴ്ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞാലും എന്തെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ കയ്യിലൊരു ഇരുമ്പ് ദണ്ടുമായാണ് ആഴങ്ങളിലേക്ക് പോകാനുള്ള ശ്രമം. അവിടെ നിന്ന് തട്ടി നോക്കുക, എന്തെങ്കിലും വിധത്തിലുള്ള സാധനങ്ങളിലേക്ക് ഈ ഇരുമ്പ് ദണ്ട് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് തട്ടി നോക്കുന്നതിനുള്ള ശ്രമമാണ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. വാഹനത്തിൻ്റെ അടുത്തേക്കോ ക്യാബിനടുത്തേക്കോ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. വീണ്ടും ഡൈവ് ചെയ്യും, അനുകൂലമായൊരു റിസൾട്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷ സംഘാംഗം, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നു. അവർക്ക് വേണ്ട കൃത്യമായ വിലയിരുത്തൽ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി NDRFിൻ്റെയും നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ബോട്ടുകളിൽ തുടരുകയാണ്. പ്രജീഷ്.